ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ചാണ്. അഡ്വാൻസ്ഡ് അപ്പിയർ ചെയ്യാനുള്ള ചാൻസുകളെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നു, ഒരു ചെറിയ ചർച്ചകൾ നടന്നിരുന്നു. 3 ചാൻസ് ആയിട്ട് അതിനെ ഉയർത്തിയേക്കാം എന്നുള്ളത്. പക്ഷെ ആ ചർച്ചകൾ അവസാനിപ്പിച്ചു. 2 ചാൻസ് ആയിട്ട് തന്നെ നിലനിർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മുമ്പൊക്കെ കോൺസിക്യൂട്ടീവായിട്ട് അഡ്വാൻസ്ഡ് എഴുതാൻ 2 ചാൻസ് ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ ഈ 2025 ബോർഡ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ആളുകൾക്കാണെങ്കിൽ ആ വർഷം 2025 ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷനിലെ അഡ്വാൻസ്ഡ് ആ വർഷവും എഴുതാം, അതിൻ്റെ തൊട്ടടുത്ത വർഷവും എഴുതാം. ഇങ്ങനെ 2 കോൺസിക്യൂട്ടീവ് ചാൻസ് ആയിട്ടാണ് തരാം. 2025 പരീക്ഷ എഴുതിയില്ല, 2026 ഒരു ചാൻസ്, 2027 രണ്ടാമത്തെ ചാൻസ്, അങ്ങനെയില്ല. 2025 പരീക്ഷ എഴുതി ബോർഡ് എക്സാമിനേഷൻ എഴുതിയിട്ട് ആ വർഷം നിങ്ങൾ ചാൻസ് ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ അതൊരു ചാൻസ് ആയിട്ട് കണക്കാക്കുകയും ആ ചാൻസ് നഷ്ടപ്പെടുകയും 2026 നിങ്ങൾക്ക് രണ്ടാമത്തെ ചാൻസ് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. ഇതാണ് ഈ ചാൻസിനെ കുറിച്ചുള്ള നിലവിലുള്ള നിയമം, റൂൾ. ഇത് മറക്കാതിരിക്കുക. അതേ സമയത്ത് ഈ 2023 പരീക്ഷ എഴുതിയ ആളുകൾ അവർക്ക് റിസൾട്ട് വന്നപ്പോൾ പല കാരണങ്ങളാലും സെപ്റ്റംബർ 1 ശേഷമാണ് വന്നതെങ്കിൽ അവർക്ക് ഒരു ചാൻസ് കൂടി ഉണ്ട്. ആ ചാൻസ് ഉപയോഗപ്പെടുത്തി അഡ്വാൻസിന് അപ്പിയർ ചെയ്യാം. ഇതാണ് ചാൻസുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിൽ തെറ്റിദ്ധാരണ ഒന്നും വേണ്ട, 2 ചാൻസ് തന്നെ ആയിരിക്കും. ഇനി പ്രായപരിധിയായിട്ട് ബന്ധപ്പെട്ടത് പറയുമ്പോൾ കാൻഡിഡേറ്റ്സിന് പൊതുവെ പറയുന്നത് 2000 ഒക്ടോബർ 1 അതിനുശേഷമോ ജനിച്ച ആളുകളായി, എന്ന് വെച്ചാൽ 25 കവിയാൻ പാടില്ല എന്നാണ്, 24 വരുന്ന ആളുകളായിരിക്കണം എന്നാണ് വളരെ കൃത്യമായിട്ട് അത് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ അതേ സമയത്ത് SC/ST കാൻഡിഡേറ്റ്സ്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റിക്ക് 1995 ഒക്ടോബർ 1 അതിനുശേഷമോ ജനിച്ചവരായിരിക്കണം. എന്ന് വെച്ചാൽ 29 വയസ്സെന്ന് വെച്ചാൽ 30 കവിയാൻ പാടില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ദെൻ ഇതാണ് പ്രായപരിധിയായിട്ട് ബന്ധപ്പെട്ടത് പറയുന്നത്. പക്ഷേ പ്രായപരിധിയായിട്ട് ബന്ധപ്പെട്ട് 25, 29 ഒക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതുവരെ പരീക്ഷ എഴുതാം എന്നല്ല. പലപ്പോഴും ഈ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഡിപ്ലോമകൾക്ക് പോവുകയോ പഠനം മുടങ്ങി +2 വൈകുകയോ ഡിപ്ലോമ ചെയ്യുന്നതും വൈകുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ആളുകൾ 21, 22 ഒക്കെയാണ് ക്വാളിഫയിങ് എക്സാമിനേഷൻ എഴുതുന്നതെങ്കിൽ അവർക്ക് JEE എഴുതാം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഒരു സൂചന. മറിച്ച് 25 വരെ തുടർച്ചയായിട്ട് പരീക്ഷ എഴുതാൻ പറ്റില്ല. അക്കാര്യത്തിൽ നിങ്ങൾ ബോർഡ് എക്സാമിനേഷൻ എഴുതുന്നത്, പാസ്സാവുന്നത് 2023, 25 കോൺസിക്യൂട്ടീവായിട്ട് ഈ 2 ചാൻസ് തന്നെ ആയിരിക്കും എന്തായാലും ഉണ്ടായിരിക്കുക എന്നത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രായപരിധിയുടെ കാര്യത്തിൽ അത് മനസ്സിലാക്കാം. ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട, വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ മെയിൻസ് എഴുതി കൂടുതൽ മാർക്ക് ലഭിച്ച ആദ്യത്തെ 2.5 ലക്ഷം കാൻഡിഡേറ്റ്സിനെയാണ് അഡ്വാൻസിന് വേണ്ടി ഇരുത്തുന്നത്. അങ്ങനെ 2.5 ലക്ഷം കാൻഡിഡേറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ കറക്റ്റ് 2.5 ലക്ഷം ആവണമെന്നില്ല. മാർക്കിൻ്റെ ടൈക്കൊക്കെ അനുസരിച്ച് ഒരേപോലെ മാർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതോടുകൂടി നമ്പർ ഈ 2.5 ലക്ഷത്തിൽ നിന്ന് കൂടുകയോ കുറയുകയോ ചെയ്യാം. അത് തന്നെയും ഈ സംവരണത്തിനനുസരിച്ച് ആനുപാതികമായിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ OBC കാൻഡിഡേറ്റ്സിൻ്റെ 27%, EWS കാൻഡിഡേറ്റ്സിൻ്റെ 10%, ദെൻ അതുപോലെ തന്നെ SC/ST, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, ജനറൽ കാൻഡിഡേറ്റ്സിന് ഏകദേശം 40.5% വരുന്ന ഇത്തരം ആനുപാതിക സംവരണ തോതുകൾക്കനുസരിച്ച് ഈ അലോട്ട് ചെയ്തിരിക്കുന്ന 2.5 ലക്ഷത്തിൽ ടോട്ടൽ അലോട്ട് ചെയ്തിരിക്കുന്ന നമ്പറും കൃത്യമായിട്ട് പ്രവചിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ആ നമ്പറുകളിലും ഈ ടൈ അനുസരിച്ച് കുറച്ച് വ്യത്യാസങ്ങൾ വരും. അതിൻ്റെ ഒരു വിശദമായ ടേബിൾ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി സബ്ജക്റ്റുകളുടെ കാര്യത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കമ്പൽസറി ആണ് 12ൽ. അത് 3 ഉണ്ടായിരിക്കണം. ഈ ഇന്റർനാഷണൽ സിലബസ് ഒക്കെ വെച്ച് അപ്പിയർ ചെയ്യുന്ന ആളുകൾക്ക് കെമിസ്ട്രി ഇല്ലാത്തൊരു സിലബസ് ഒക്കെ ആണെങ്കിൽ, കരിക്കുലം ആണെങ്കിൽ അത് പറ്റില്ല. തീർച്ചയായിട്ടും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റ് ആയിട്ട് ഉണ്ടാവണം എന്നത് വളരെ കൃത്യമായിട്ട് നിഷ്കർഷിക്കുന്നുണ്ട്. ഈ നിബന്ധനകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും JEEക്ക് അഡ്വാൻസ്ഡിനും മെയിൻസിനും വളരെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്ഥാപനങ്ങളിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്കാവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.